Good afternoon, ma'am. Good afternoon, sir. Please. Thank you. So Surya Raj RS, അല്ലേ? Yes. Please introduce yourself. സർ ആസ് യു നോ, എൻ്റെ പേര് സൂര്യരാജ് ആർ.എസ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ വർക്കല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ മാത്തമാറ്റിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ 2-3 കോളേജസിലെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ആഫ്റ്റർ കൊറോണ മാരേജ് ഒക്കെ കഴിഞ്ഞ് കുഞ്ഞായ ശേഷം ഇപ്പം ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റില് GDS BPM ആയിട്ട് പനേറ എന്ന് പറയുന്ന സ്ഥലത്ത് BPM ആയിട്ട് വർക്ക് ചെയ്യാണ് സർ. എന്തൊക്കെയായിരുന്നു ഹോബീസ്? ഹോബീസ് മെയിൻ ആയിട്ട് പാട്ട് കേൾക്കലാണ്, പിന്നെ ക്രോഷേ ചെയ്യും. ഓക്കെ. പാട്ട് കൂടുതൽ എങ്ങനെയുള്ള സംഗീതമാണ് കേൾക്കുന്നത്? എനിക്ക് കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള. ആരാ ഇഷ്ടപ്പെട്ട സിംഗർ യേശുദാസ് സാറിനാണ് ഇഷ്ടം. അതിന്റെ ഒരു പെട്ടെന്നൊരു 10 പാട്ടുകൾ പറയാമോ? 10 പാട്ടോ? പുള്ളി ആദ്യം ഓർമ്മ വരുന്നത് പ്രമദവനം, ഹരിമുരളീരവം, ഗംഗേ, പിന്നെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു, പിന്നെ സുറുമയ്യക്കിയോമയും, പിന്നെ ഈ ഗോരിത്തര ഗാവ് ബഡാ പ്യാര. മെലഡി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൂടുതലും പറഞ്ഞത് സെമി ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഓർമ്മ വരുന്നത് അല്ലേ? ശരി, ആയിക്കോട്ടെ. പ്രോപ്പറായിട്ട് ഇടവയാണല്ലേ? ഇടവ. എന്തൊക്കെയാ പ്രത്യേകത ഇടവയുടെ? എന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം? ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ഇടവ ശരിക്കും നമുക്ക് ട്രിവാൻഡ്രത്തിന്റെയും കൊല്ലത്തിന്റെയും കൂടെ ബോർഡറിൽ വരുന്ന സ്ഥലമാണ് ഇടവ എന്ന് പറയുന്നത്. ഇടവയിൽ നിന്ന് ആരെങ്കിലും ഫേമസ് ആയിട്ടുള്ള 1-2 പേഴ്സണാലിറ്റീസിന്റെ പേര് പറയാം. ഇടവ ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ അറിയാം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട്? ഈ സോങ് തന്നെയാണ്, മ്യൂസിക് തന്നെയാണ് പുള്ളിക്കാരന്റെ. ഇടവ കായലിൻ അയൽക്കാരി പാട്ട് അതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ GK പിള്ള സാറ് ആക്ടിങ് ആയിരുന്നു, പുള്ളിക്കാരൻ മരിച്ചുപോയി. പുള്ളിക്കാരനും ഞങ്ങളുടെ അടുത്തുള്ളതാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആയിട്ടാണ്. എന്നാ ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നേ? 1854 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആരാ കൊണ്ടുവന്നേ? ഡെല്ലൗസി, ലോർഡ് ഡെല്ലൗസിയുടെ ടൈമിലാണ് വന്നിട്ടുള്ളത്. ഡേറ്റ് ഓർക്കുന്നുണ്ടോ? ഡേറ്റ് October 9, ഐ തിങ്ക്. ഷുവർ അല്ല. കുഴപ്പമില്ല, October 1st ആണ്. Then ഈ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് എപ്പോഴാണ്? അതെ, ഷുവർ അല്ല. 18ലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ? ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഡെലിവറി ഉള്ള ഓഫീസാണ്. അപ്പൊ ഡെലിവറി പ്രോപ്പർ ആയിട്ട് ABPM ഉണ്ടാവും ഞങ്ങൾക്ക് താഴെ. അപ്പൊ അവരെ കൊണ്ട് പ്രോപ്പർ ആയിട്ട് ഡെലിവറി എല്ലാം റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ദെൻ ട്രാൻസാക്ഷൻസ് ഉണ്ട്, സേവിങ്സ് സാധനം, SB, TD അങ്ങനത്തെ എല്ലാ സ്കീംസ് ഉണ്ട്. അപ്പം ട്രാൻസാക്ഷൻസ് എല്ലാം ഡെയിലി ജേർണൽ ചെയ്ത് വെക്കുക. ദെൻ ഡെയിലി ട്രാൻസാക്ഷൻസിൽ വരുന്ന എമൗണ്ട് ടാലി ആക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വരുന്ന ഡ്യൂട്ടീസ്. പത്രം വായിക്കാറുണ്ടോ? കുറവാണ്. എന്തുകൊണ്ടൊരു ഗവൺമെന്റ് സർവന്റ് ആവണോന്നുള്ളത് വളരെ കാര്യമായിട്ട് എഴുതിയിട്ട് പത്രം വായിക്കുന്നില്ല? എന്താണ് റീസൺ? പ്രത്യേകിച്ച് റീസൺ ആയിട്ട് ഇല്ല. അലർജി, പത്രോഫോബിയ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ശീലമില്ല. പിന്നെ അല്ലാതെ തട്ടി നോക്കാറുണ്ട്. ഇതിലിപ്പോ ആംബിഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നതും അതുപോലെ തന്നെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ടൊക്കെ എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടുന്നു എന്നുള്ള സെൻസാണ്. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പൊ എങ്ങനെ മനസ്സിലാക്കി ഈ പത്രം വായിക്കാതെ? ഞാന് ഇപ്പൊ വർക്ക് ചെയ്യുന്നതിന്റെ ബേസ് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് സാധാരണ. ഇപ്പൊ ഇത് ഈ ഫാസ്റ്റ് മോഡേൺ വേൾഡില് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയല്ലേ? കുറഞ്ഞു വരികയാണ്. പക്ഷെ ഞങ്ങൾ അതിന്റെ ഇടയ്ക്കും ഞങ്ങളുടെ ആ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. എവിടുന്നായിരുന്നു റെഫറൻസ് ചെയ്ത് എഴുതിയതിന്റെ? ഞാന് ഓൾറെഡി വേറൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ എനിക്കൊന്നും നെറ്റൊക്കെ നോക്കിയാണ്. ശരി, ആയിക്കോട്ടെ. സൂര്യ, നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ഹയറാർക്കി ഒന്ന് പറയാമോ? ഏതൊക്കെയാണ് പോസ്റ്റ് പ്രധാനമായിട്ട്? ഏത് പോസ്റ്റ് വരെ നമുക്ക് എത്താൻ സാധിക്കും? ഹയറാർക്കി എനിക്ക് അറിയില്ല സർ. അറിയില്ല. ഓക്കെ. അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഏതാണെന്ന് പറയാമോ? CAG. എന്താണ് ഫുൾ ഫോം പറയുന്നത്? അറ്റോർണി ജനറൽ, സോറി എനിക്ക് അക്കൗണ്ട്സ് ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ എന്നുള്ളതാണ് വരുന്നത്. പിന്നെ മാത്തമാറ്റിക്സ് ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ശരി. അപ്പം ഒരു സർക്കാർ സർവീസിലേക്ക് വരികയാണ്, പബ്ലിക് സർവന്റ് ആയിട്ട് വരികയാണ്, ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് കയറുകയാണെങ്കിൽ ഏത് കോഡ് ഓഫ് റൂൾസ് ആണ് നിങ്ങൾക്ക് ബാധകമായിരിക്കുക? സർവീസിൽ കയറുമ്പോൾ
ഏത് കോഡ് ഓഫ് റൂൾസ് ആണ് ബാധകമായിരിക്കുക? അറിയില്ല. അറിയില്ല. ഇപ്പൊ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആ പോസ്റ്റിൽ ബാധകമായിട്ടുള്ള കോണ്ടാക്ട് റൂൾസ് ഏതാണെന്ന് അറിയാമോ? ഞങ്ങക്ക് മാനുവൽ ഉണ്ട്, പോസ്റ്റൽ മാനുവൽ ഉണ്ട്. പോസ്റ്റൽ മാനുവൽ ഉണ്ട്. അല്ലാതെ സെൻട്രൽ സിവിൽ സർവീസസ് കണ്ടക്ട് റൂൾസ് ഇല്ലേ, 1960 കോണ്ടാക്ട് റൂൾസും അറിയാം. അത് ലോ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ. ഈ കറപ്ഷൻ അഡ്രസ് ചെയ്യാൻ ഉള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് അറിയാമോ? അഴിമതി അഡ്രസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് മെയിൻ ആയിട്ട് ഓംബുഡ്സ്മാൻ ആണ്. ഓംബുഡ്സ്മാൻ സിസ്റ്റം എവിടെയാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന അറിയാമോ? ഫ്രാൻസിലാണ്. സ്വീഡനിലാണ്. ഓക്കെ. അല്ലാതെയുള്ള സിസ്റ്റം ഏതൊക്കെയാണ്? നമ്മുടെ ഓംബുഡ്സ്മാൻ സിസ്റ്റം പോലെ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഏതാണ്? കേരള സംസ്ഥാനത്തുള്ള സിസ്റ്റം ഏതാണ്? ലോകായുക്ത. ലോക്പാൽ എവിടെയാണുള്ളത്? ലോക്പാൽ സെൻട്രലിലും ലോകായുക്ത സ്റ്റേറ്റിലും. ഓക്കെ. ഇപ്പത്തെ ലോകായുക്ത ആരാന്ന് അറിയാമോ? ഇല്ല. ശരി. അക്കൗണ്ട്സ് ആണ് നമുക്ക് വേണ്ടുന്നതെന്ന് അറിയാലോ. വാട്ട് ആർ ദി കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ അക്കൗണ്ടന്റ്? അക്കൗണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് നമ്മുടെ ഫേമിൽ വരുന്ന ട്രാൻസാക്ഷൻസ്, ഡെയിലി വരുന്ന ട്രാൻസാക്ഷൻസ് പ്രോപ്പർ ആയിട്ട് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഡോക്യുമെന്റ് ചെയ്യുക, അതും ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്നത്. ദെൻ ഇത് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇത്രയാണ് ഫങ്ഷൻസിൽ വരിക. വാട്ട് ഈസ് ദി ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്? ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പം ഓരോ റിയൽ അക്കൗണ്ടിനൊന്ന്, പേഴ്സണൽ അക്കൗണ്ടിനൊന്ന്, നോമിനൽ അക്കൗണ്ടിനൊന്ന്, ഇങ്ങനെ 3 രീതിയിലായിരിക്കും വരിക. പേഴ്സണൽ അക്കൗണ്ടിന് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ളതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ സോറി. ഇനി റിയൽ അക്കൗണ്ടിന്റെ ആകുമ്പോഴത്തേക്കും credit word goes out and debit word comes in. And നമ്മുടെ നോമിനൽ അക്കൗണ്ട് ആകുമ്പോഴത്തേക്കും ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. എക്സ്പെൻസ് മാത്രമേ ഡെബിറ്റ് ചെയ്യത്തുള്ളൂ. എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ. വാട്ട് ഈസ് ഗുഡ് വിൽ? ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കൂട്ടത്തില് നമ്മളെ ഒരു ഫേമില് കണക്കാക്കുന്നതാണ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്, പക്ഷെ ഇത് നമുക്ക് ടാഞ്ചിബിൾ അല്ല, പറഞ്ഞ ഇൻടാഞ്ചിബിൾ ആണ്. നമ്മള് പേറ്റന്റ് പോലെ നമ്മുടെ സൽപ്പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം വരാറുണ്ട് അല്ലേ? ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ എങ്ങനെയാണെന്നൊന്ന് പറയൂ. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ മതി. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിലല്ല, പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടില് അപ്പോ വാട്ട് ആർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ആണ് വരുന്നത്. ട്രയൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാറുണ്ട്. ബാലൻസ് ഷീറ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് മൂന്നും പ്രിപ്പയർ ചെയ്താലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആകത്തുള്ളൂ. അതിൽ ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ് പറയാനായിട്ട്. ദെൻ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്റിംഗ് നമ്മുടെ മലയാളത്തില് ആ മീനിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയുടെ കണക്കുകളെല്ലാം പരിശോധിക്കുക. ഒരു ഫിനാൻഷ്യൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ പ്രോപ്പർ ആയിട്ടാണോ എല്ലാം നടക്കുന്നത് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യലാണ് ഈ ഓഡിറ്റിംഗിന്റെ. അപ്പൊ ഒരു അക്കൗണ്ടന്റും ഓഡിറ്ററും സെയിം ഡ്യൂട്ടീസ് ആണോ? ഇല്ല, അക്കൗണ്ടന്റ് നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള ആളായിരിക്കും. ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളായിരിക്കും വരിക. ഇന്റേണൽ ആയിട്ടുള്ള ഓഡിറ്ററും വരുന്നൂടെ? വരുന്നുണ്ടാവും. കമ്പനിക്ക് തന്നെ ഓഡിറ്റേഴ്സിനെ അവര് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർ ചെയ്യുന്ന ഓഡിറ്റിന് ഒരു പേര് പറയുമല്ലോ. കമ്പനിയിൽ തന്നെ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ ഓഡിറ്റ് നടത്താറുണ്ട്. അങ്ങനെ നടത്തുന്ന ഓഡിറ്റിന് നമ്മളൊരു പേര് പറയും. അറിയില്ല, ഇന്റേണൽ ഓഡിറ്റിംഗ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. സൂര്യ, പത്രം വായിക്കുക, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നിയത് കറണ്ട് അഫയേഴ്സ് ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാതെ പത്രം വായിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. വേണമെങ്കിൽ ചിലപ്പോൾ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പദ്ധതികളുടെ പേരൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? പുതിയ ഏതൊക്കെയാ?
ഇപ്പൊ സുകന്യ സമൃദ്ധി യോജനയാണ് മെയിൻ ആയിട്ട് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് 18 വയസ്സ് വരെ ആ, അല്ലെ? 15 വർഷം അടച്ചാൽ മതി. ഫുൾ മെച്യൂരിറ്റി 21 വർഷത്തിലാണ് 21 കിട്ടുക. വർഷത്തിലാണ് കിട്ടുക ആ, അല്ലെ? ഇതിന് പോലെ തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഉണ്ട്. അതും 60 വയസ്സിന് മേളിലുള്ളവർക്കാണ്. അതും ഇൻട്രസ്റ്റ് കൂടുതലാണ് ഈ സ്കീമിന്. ഇത് രണ്ടുമാണ് ഇൻട്രസ്റ്റ് കൂടിയ സ്കീമുകൾ. Okay. പിന്നെ എന്തായാലും ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ മനസ്സിലുണ്ടാവും സബ്ജക്ട് നോളജും ഡിപ്പാർട്ട്മെന്റ് നോളജും വർക്ക് ചെയ്യും. ഇപ്പൊ DMR എവിടെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ജനറൽ സർവീസിൽ ഇല്ല. നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈറാർക്കിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഹൈറാർക്കി എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞാൽ DA FA ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, അത് കഴിഞ്ഞ് ഫിനാൻസ് ഓഫീസർ, SFO സീനിയർ ഫിനാൻസ് ഓഫീസർ. Okay. 4 പോസ്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ DA എപ്പോഴും ആർക്ക് ലയബിൾ ആയിട്ട് എന്നാണ് വർക്ക് ചെയ്യേണ്ടത്? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാ. സൗണ്ട് കുറെ കൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക, സൗണ്ട് ഉയർത്തി. ഓക്കെ അല്ലെ? തെറ്റാണ് പറയുന്നെങ്കിൽ പോലും നമ്മൾ ആ കോൺഫിഡൻസ് കാണിക്കേണ്ടത് സൗണ്ടിങ്ങിലാണ്. ഓക്കെ അല്ലെ? കയറി വന്നപ്പോ തന്നെ ഞങ്ങളെ വിഷ് ചെയ്തത് എന്തെങ്കിലും ചോദിക്കുകയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഇല്ല, അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാവരുത്. ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കംഫർട്ടബിൾ ആക്കി വിട്ടു. അവിടെ അങ്ങനെ ആവണമെന്നില്ല. പിന്നെ അവരതൊന്നും അപ്പോഴും കാണിച്ചു എന്നും വരില്ല. അതെല്ലാം മാർക്കിലായിരിക്കും റിഫ്ലക്ട് ആവുക. ഓക്കെ. പിന്നെ ഔട്ട്ഫിറ്റ് ഇത് കാണാൻ ഉദ്ദേശിക്കുന്നത് ഇനി സാരിയാണ് ഉദ്ദേശിക്കുന്നത്. സാരിയാണ്. സാരി കംഫർട്ടബിൾ ആണോ? സാരിയാണ് കംഫർട്ടബിൾ കുറച്ചും കൂടെ. ഉറപ്പാണ്. പക്ഷെ പെട്ടെന്ന് ഡിസ്റ്റർബ് ആവാൻ സാധ്യതയില്ലേ? ചുരിദാർ തന്നെ നിങ്ങൾ ചെയ്തോളൂ, ലൈറ്റ് കളറിൽ ചെയ്യാം. ഷോൾ 1 സൈഡ് ആണ് ചെയ്യേണ്ടത്. അതാണ് എക്സിക്യൂട്ടീവ് രീതി. 2 മുഖത്ത് മുടിയൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഉണ്ട്, അത് പാടില്ല. അവിടെ ചെല്ലുമ്പോൾ നന്നായിട്ട് ചെയ്യാം. ഈ ഇത്രയും ഏരിയ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വിസിബിൾ ആക്കുക. പിന്നെ നെയിൽ പോളിഷ് ഒന്നും മാച്ചിങ് അല്ല, അതിനനുസരിച്ച് ഡീൽ ചെയ്തോളാം. നെയിൽ പോളിഷ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അതൊന്ന് നോക്കിക്കോളാം. ഔട്ട്ഫിറ്റ് പക്കയായിരിക്കണം. അത് കഴിഞ്ഞ കാര്യം ആദ്യത്തെ മാർക്ക് വീഴുന്നത് ഔട്ട്ഫിറ്റിനാണ്. നിങ്ങൾ വന്ന് ഇരിക്കുന്നത് വരെ, ചെയറിൽ ഇരിക്കുന്നവരെ ഇതാണ്. പിന്നെ ചെയറിൽ ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്കിലേക്ക് നടു നിവർത്തിയിരിക്കുക, കൈ രണ്ടും ഹാൻഡ് റെയിൽ ഒന്ന് പ്ലേസ് ചെയ്തിരുന്നേ നോക്കട്ടെ. ഓക്കെ അല്ലേ? ഹാൻഡ് റെയിൽ ഇല്ലാത്ത ചെയർ ആണെന്നുണ്ടെങ്കിൽ പ്ലേസ് യുവർ ഹാൻഡ്സ് ഇൻ യുവർ തൈസിന്റെ ടോപ്പിലേക്ക് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പൊസിഷൻ. ഓക്കെ. ഇനി എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് വിടരുത്. ഓക്കെ, അങ്ങനെ ഡീൽ ചെയ്യുക. പിന്നെ ഐ കോണ്ടാക്ട് എല്ലാവരിലേക്കും നോക്കി മറുപടി പറയാം. ഒരാളാണ് ചോദിച്ചെങ്കിൽ പോലും എല്ലാവരോടുമായിട്ട് നോക്കി സംസാരിക്കുക. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ പറയാം. ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം തന്നെ. അപ്പൊ നമുക്ക് അംബീഷനിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ജസ്റ്റിസ്, ഇൻക്ലൂസിവിറ്റി. എന്താണ് ഇൻക്ലൂസിവിറ്റി എന്ന് ചോദിക്കും. സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? സോഷ്യൽ ജസ്റ്റിസ് അറ്റൈൻ ചെയ്യാൻ, അല്ലെ സോഷ്യൽ ജസ്റ്റിസ് നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ് പറയുന്നത്? കൂടുതലായിട്ട് എവിടെയാണ് പറയുന്നത്? സോഷ്യൽ ജസ്റ്റിസ് DPSP ലാണ് പറയുന്നത്. ഇൻക്ലൂസിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് വരും. ട്രാൻസ്ജെൻഡേഴ്സിന് ഇൻക്ലൂസീവ് ആയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് സെൻട്രൽ ഗവൺമെന്റിനുള്ളത്, സെൻട്രൽ ഗവൺമെന്റ് വർക്ക് ചെയ്ത്? അങ്ങനെ വേണമെങ്കിൽ സോഷ്യോളജി പെർസ്പെക്റ്റീവ് ഉള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നവർക്ക് അക്കൗണ്ടബിലിറ്റി, പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അത് കറക്റ്റായിട്ട് നോക്കാം. പിന്നെ സ്പേസ് ഒന്നും അങ്ങ് ഇങ്ങനെ വിട്ടിട്ടില്ല, വേറെ വിഷയമൊന്നുമില്ല. അതുപോലെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, സബ്ജക്ട് മെൻഷൻ ചെയ്യണം. ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എഴുതണ്ട. BSc MSc മാത്സ് മാത്തമാറ്റിക്സ് സബ്ജക്ട് ബ്രാക്കറ്റിലും കൊടുത്തേക്കാം. ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, ഡിസ്റ്റിങ്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ എഴുതാവുള്ളൂ. ഗ്രേഡ് അല്ലേ? ഗ്രേഡ് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റിങ്ഷൻ എങ്ങനെ എഴുതും? നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, എന്ത് അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ നമ്മൾ അവിടെ ഫസ്റ്റിലെ മൂഡ് കളയാതിരിക്കാൻ വേണ്ടി രാവിലെ ഒന്നെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എന്താണ് എഴുതേണ്ടത് ശേഷം ഫില്ല് ചെയ്താൽ മാത്രം മതി. ബാക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല. വാനീസിലാണോ PG ചെയ്തത്? HOD ആനന്ദവല്ലി മാം. ഞാൻ വാനീസിലായിരുന്നു. അവിടെ ഞാൻ PA-യുടെ ടെറിട്ടോറിയൽ ആർമിയുടെ കേസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ PAB ഇന്റർവ്യൂ ക്ലിയർ ചെയ്തെന്നാ എഴുതിയേ. അടുത്ത SSLക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞത് എന്താണെന്ന് ഞാനത് ചോദിക്കാനിരിക്കുവായിരുന്നു, സാർ വിട്ടുപോയി. അപ്പൊ അങ്ങനെ എഴുതുന്നുണ്ട്. പ്രിലിമിനറി ഇന്റർവ്യൂ എന്നല്ലേ? ക്ലിയർഡ് എന്ന് എഴുതിയിരുന്നാ മതി. ക്ലിയർഡ് പ്രിലിമിനറി ഇന്റർവ്യൂ ഫോർ ടെറിട്ടോറിയൽ ആർമി 2009. പക്ഷെ അത് വോളണ്ടിയറിംഗിന്റെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് എഴുതേണ്ട കാര്യം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്തായിരുന്നു പിന്നെ MTTS പ്രോഗ്രാം? അത് മാത്തമാറ്റിക്സ് ട്രെയിനിങ് ആൻഡ് ടാലന്റ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള കോളേജസിൽ ഇഷ്ടമായിരുന്നു. ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് എന്നാ ചോദ്യം? അതർവൈസ് പൈ ഡേ എന്ന് പറയും. എന്നാ പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. So 3.14, that is March 14. Okay.
മാത്തമാറ്റീഷ്യൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ വരാം. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അത് സ്പെസിഫൈ ചെയ്യണേ. സ്ട്രെങ്ത് ഇതാണ്, വീക്ക്നെസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് പെർഫെക്ഷനിസം നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് എടുക്കാം, വീക്ക്നെസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അത് എഴുതിയിട്ടില്ല. അതൊന്നും അതുകൂടി ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ തന്നെ ചോദിക്കാനുണ്ടോ? ഈ ടിയുടെ കേസ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതെങ്ങനെയാ എന്നുള്ളത്. ഓക്കെ അല്ലേ, ശരി. താങ്ക് യു.